ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ എവിടെയും നയിക്കുമാകട്ടെ. ഒളിമ്പസിന്റെ ഡിപ്പിക്കോളജിക്കൽ ഫെലോഷിപ്പ് എന്നുള്ള പരമ്പരയിലെ 10ാമത്തെ അധ്യായമായിട്ടുള്ള ഒളിമ്പസ് ദർശനത്തിന് എന്താണ് അതിന്റെ ഉദ്ദേശ്യം എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഏതൊരു സംവിധാനം ഉണ്ടാകുമ്പോഴും അതിനൊരു ഉദ്ദേശ്യം ഉണ്ടായിരിക്കുമല്ലോ. ഒളിമ്പസിന്റെ ഉദ്ദേശ്യം എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ പ്രമേയം. ഇത് പറയുന്നത് എങ്ങനെയാണ്? The purpose of Olympus to explain almost everything about life. ഒളിമ്പസിന്റെ ഉദ്ദേശ്യം, ഒളിമ്പസ് ജീവിതത്തിന്റെ സമസ്ത മേഖലകളെ കുറിച്ചും ബഹുമാനത്തിൽ വിശദീകരിക്കുന്നു. നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും അതുല്യതയെയും സ്വയം സംഘാടനത്തെയും മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കുന്നു. രോഗശാന്തിക്കോ സാങ്കേതിക വിദ്യക്കോ വിദഗ്ധരെ ആശ്രയിക്കുന്നതിന് മുമ്പ് സ്വയം ആശ്രയിക്കാനുള്ള മാർഗങ്ങൾ ഒളിമ്പസ് കാണിച്ചു തരുന്നു. വ്യക്തിപരവും ഭൗതികവും ആത്മീയവും സാമൂഹികവുമായ വശങ്ങളെയെല്ലാം ഒളിമ്പസ് ഒരുപോലെ ഉൾക്കൊള്ളുന്നു. സാധാരണക്കാർ മുതൽ നിയമ നിർമ്മാതാക്കൾ വരെ ആർക്കും ഒരു സുസ്ഥിരമായ ജീവിതശൈലിക്ക് വഴികാട്ടുന്നു. യുക്തിപരമായ അന്വേഷകർക്ക് ഒളിമ്പസ് സുസ്ഥിരതയ്ക്കുള്ള ഒരു സമൂലമായ സമീപനം വാഗ്ദാനം ചെയ്യുന്നു. പണ്ഡിതർക്ക് ഒളിമ്പസ് ആഴത്തിലുള്ള പാരിസ്ഥിതിക സ്വയം സാക്ഷാത്കാര പാതയാണ്. പാരിസ്ഥിതിക ധാർമ്മികതയും പ്രകൃതിയോടുള്ള ആദരവും ഒളിമ്പസ് ആവശ്യപ്പെടുന്നു. ഒളിമ്പസ് വെറും ഒരു വിവരസ്രോതസ്സല്ല, ഇത് നിങ്ങളോടും ലോകത്തോടും യോഗത്തിലായി ജീവിക്കുവാനുള്ള വഴി കാണിക്കുന്ന ഒരു പരിവർത്തനാത്മക അനുഭവമാണ്. ഇതാണ് ഒളിമ്പസിനെ കുറിച്ച്, ഒളിമ്പസിന്റെ ഉദ്ദേശത്തെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഒരുപാട് പേർ ഒളിമ്പസിന് കേൾക്കുമ്പോൾ എന്താണിത്, എന്തിനാണിത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾക്കുള്ള ഒരു പ്രാഥമിക ഉത്തരമാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം. ഒളിമ്പസ് ഒരുവിധം ജീവിതവുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളെയും കുറിച്ച് സംസാരിക്കുന്നുണ്ട്, അതിനെ വിശദീകരിക്കുന്നുണ്ട്. ഇത് ഈ സാധാരണ രീതിയിൽ നമ്മളിപ്പോ ഒരാള് ലോകത്തുള്ള സർവ്വകാര്യങ്ങളെ കുറിച്ച് അഭിപ്രായം പറയുകയാണെങ്കിൽ ആ അഭിപ്രായം പറയുന്നതിനെ നമ്മൾ സാധാരണ ഈ അപഹസിക്കാറുണ്ട് അല്ലെങ്കിൽ പരിഹസിക്കാറുണ്ട്. അങ്ങനെ ഈ ജാക്ക് ഓഫ് ഓൾ മാസ്റ്റർ ഓഫ് നൺ എന്ന് പറയുന്ന ഒരു പ്രയോഗം തന്നെയുണ്ടല്ലോ, അത് പ്രകാരം നമ്മൾ പരിഹസിക്കാറുണ്ട്. പക്ഷെ ജീവിതം എന്ന വിഷയത്തെ എടുക്കുന്ന സമയത്ത് ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളുമായും കണക്റ്റഡ് ആണ്. ഭൂമിയുടെ ഘടനയെക്കുറിച്ച്, പ്രകൃതിയുടെ, പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥാ ഘടനയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഓരോ സത്തയും ഇവിടെ മറ്റെല്ലാ സത്തകളുമായിട്ടും പ്രത്യക്ഷമായോ പരോക്ഷമായോ ഭൗതികമായോ അഭൗതികമായോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ പരസ്പര ബന്ധം എന്നത് എത്രത്തോളം നമ്മൾ ബോധ്യപ്പെടുന്നു, ആ പരസ്പര ബന്ധത്തെ എത്രത്തോളം നമ്മൾ കൈകാര്യക്ഷമമായ രീതിയിൽ കൊണ്ടുപോകുന്നു, അത്രത്തോളം ജീവിതം സുഗമമായിരിക്കും. അതേസമയം നമ്മൾ ആ പരസ്പര ബന്ധത്തെ ഒരു ഏകമാനത്തിൽ മാത്രം കണ്ടു മനസ്സിലാക്കി കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു പ്രത്യേക തരുണത്തിൽ അത് ഈസി ആയി തോന്നുമെങ്കിലും മറ്റെല്ലാ മേഖലകളിലും അത് വളരെയേറെ ഡിഫിക്കൽറ്റി ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഉദാഹരണത്തിന് ഇപ്പോ കേവലമായിട്ടുള്ള സാമൂഹ്യമായ അറിവുകളും സാമൂഹ്യമായിട്ടുള്ള വിദ്യാഭ്യാസവും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ജോലിക്ക് പോവുക, ഒരു എന്താ പറയാ വരുമാനമൊക്കെ ഉണ്ടാക്കി ജീവിക്കുക, പിന്നെ കാർ വാങ്ങിക്കുക, വീട് കെട്ടുക, പിള്ളേരെ പഠിപ്പിക്കുക, ഇതേ ചക്രത്തിലൂടെ കൊണ്ടുപോവുക എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു സാധാരണ വ്യക്തി, അവരുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ എല്ലാവരും ചെയ്യുന്ന ഒരു സിസ്റ്റത്തെ അവർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് അതിനും അപ്പുറത്തുള്ള അറിവ് അവർക്കുണ്ടാകില്ല. അങ്ങനെ വരുന്ന സമയത്ത് അവർക്കൊരു ആരോഗ്യ പ്രശ്നം വരുന്ന സമയത്ത് അവർ പ്രതിവിധി വെളിയിൽ നിന്നും അന്വേഷിക്കുന്നത് കാണാൻ കഴിയും. അവർക്കൊരു മാനസിക പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത്, വൈകാരിക പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ ബാന്ധവത്തിൽ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത്, ഏത് പ്രശ്നമാണെങ്കിലും ഇതിന് ഒരു എക്സ്റ്റേണൽ സൊല്യൂഷൻ അവർ കാണേണ്ടി വരും. അതുവരെ അവരതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവില്ല. അവരാകെ ആലോചിച്ചിട്ടുണ്ടാവുക ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാനായിരിക്കും. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അവർ ആലോചിച്ചിട്ടുണ്ടാവില്ല. ഇത് എപ്പോ വേണമെങ്കിലും കയറി വരാം. കാരണം ഇപ്പോ വിവാഹ ജീവിതം എന്നുള്ളത് നാട്ടുനടപ്പനുസരിച്ച് ചെയ്യുന്നു, പക്ഷെ അതിനും അപ്പുറത്തൊക്കെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അവർക്കറിയില്ല. അപ്പോ അറിയാത്ത സ്ഥിതിക്ക്, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് അത്തരം കാര്യങ്ങൾ ദമ്പതികൾക്കിടയിലുള്ള ബന്ധങ്ങളെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായി വരും. കാരണം ഇവർക്ക് അത് അറിയില്ല, അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ല. ഇതിന്റെ ഒരു ആൽഗരിതം നാച്ചുറലി ഉണ്ടാവുന്നതിന് പകരം ഈഗോ ഇവരെ റൂൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഈഗോയെ കുറിച്ച് അറിയില്ല. അപ്പോൾ ഭൗതികേതരമായ ഒട്ടേറെ കാര്യങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ഇവയെക്കുറിച്ച് ഒന്നും അറിയാതിരിക്കുന്ന സമയത്ത് ഇത് കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ അവർക്ക് പരിഹരിക്കാൻ കഴിയാതെ വരും.
അപ്പൊ അവിടെ ഈ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവർ മാസ്റ്റർ ആയിട്ടും കാര്യമില്ല. ഇപ്പൊ ഒരു IT പ്രൊഫഷണലാണ്, അയാൾ ആ മേഖലയിൽ മാസ്റ്റർ ആയിട്ടും പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിതത്തിന്റെ മറ്റു കാര്യങ്ങൾ, ആരോഗ്യ കാര്യങ്ങളിൽ, ദാമ്പത്യ കാര്യങ്ങളിൽ, വൈകാരിക കാര്യങ്ങളിൽ, സാമ്പത്തിക കാര്യങ്ങളിൽ, അല്ലെങ്കിൽ പാരമ്പര്യ കാര്യങ്ങളിൽ, രാഷ്ട്രീയ കാര്യങ്ങളിൽ അവർക്ക് അറിയാതെ വരുന്ന സമയത്ത് അവിടെയെല്ലാം അവർ ആ കണക്ടിവിറ്റിയുടെ പ്രോബ്ലം അനുഭവിക്കും. അവിടെയെല്ലാം അവർ സംഘർഷങ്ങളിലൂടെ കടന്നു പോകും. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഗോത്രങ്ങളിൽ വലിയ ജ്ഞാനമില്ല, ഒരു കാര്യത്തെക്കുറിച്ചും വലിയ ജ്ഞാനമില്ല, പക്ഷെ എല്ലാമായിട്ടും കണക്ട് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളൊരു അവസ്ഥയിൽ അവര് സെൽഫ് റെഗുലേറ്റ് ചെയ്ത് പോകുന്ന കമ്മ്യൂണിറ്റികളായിട്ട് നിലനിന്നിരുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ ഈ ബന്ധങ്ങളെല്ലാമാണ് എന്തൊക്കെയാണ്, അതെങ്ങനെയെല്ലാമാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ബഹുക്രമമാനത്തിൽ ഒളിമ്പസ് ഇതിനെ വിശദീകരിക്കുന്നു. ജീവിതവുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന, നമുക്ക് അനുഭവവേദ്യമാകുന്ന, നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ കൈകാര്യം ചെയ്യുന്നതായിട്ടുള്ള എല്ലാ മേഖലകളെയും വിശദീകരിക്കേണ്ടി വരുന്നു. നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും അതുല്യത അല്ലെങ്കിൽ വിശിഷ്ടത എന്ന് പറയുന്നില്ല, ട്രാൻസെൻഡൻസ് എന്ന് പറയുന്നത്, അതുല്യതയെയും അല്ലെങ്കിൽ അനന്യതയെയും, നിങ്ങളുടെ യുണീക്ക് ആയിട്ടുള്ള ഒരു അവസ്ഥയെയും സ്വയം സംഘാടനത്തെയും മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കുന്നു. ശരീരം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്, മനസ്സിനെ മനസ്സിലാക്കുന്നുണ്ട്, പശ്ചാത്തലത്തെ മനസ്സിലാക്കുന്നുണ്ട്, അതിനെ തന്നെ പഞ്ചമാനങ്ങളിൽ നമ്മൾ ഇതിനെ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഇത് അങ്ങനെ മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കുന്നു. മനസ്സിലാക്കാന്ന് വെച്ചാൽ വെറുതെ കേട്ടുകേൾവി മാത്രമല്ല, ഇതിനെ പ്രായോഗികമായി മനസ്സിലാക്കാൻ ഒളിമ്പസ് സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കൊരു രോഗം വന്നു, അതിന്റെ ശാന്തിക്ക് പോകണം, അല്ലെങ്കിൽ ഒരു സാങ്കേതിക വിദ്യ വേണം, ഇങ്ങനെയുള്ള ഒരു ആവശ്യം വരുന്ന സമയത്ത് നിങ്ങൾ സാധാരണ രീതിയിൽ ഒരു വിദഗ്ധന്റെ ഉപദേശം ഉടനെ പോയി തേടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ സ്വാശ്രയ ജീവിതത്തിന്റെ, നമ്മൾ പ്രത്യേകിച്ചും ഇക്കോ വില്ലേജിനെ ഒക്കെ ഓറിയന്റ് ചെയ്തിട്ടുള്ള സ്വാശ്രയ സംവിധാനത്തിനകത്ത് ജീവിക്കാൻ നമ്മൾ പരിശീലിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഒരു അസുഖം വരുന്നു എന്നുണ്ടെങ്കിൽ അസുഖത്തിന്റെ കാരണം എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം അറിയുന്നു. അസുഖം വരാതെ അല്ലെങ്കിൽ ആരോഗ്യകരമായി ജീവിക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ വീഴ്ച വരികയാണെങ്കിൽ എങ്ങനെയാണ് ശമിപ്പിക്കേണ്ടതെന്ന് നമുക്കറിയാം. ഇങ്ങനെയുള്ളതെല്ലാം നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഇതൊന്നും നടക്കാതെ വരുന്ന സമയത്ത് ഒരു പക്ഷേ നമുക്കൊരു സാങ്കേതിക വിദഗ്ധനെയോ ഒരു പുറത്തുനിന്നുള്ള ഒരു ഏജൻസിയോ നമ്മൾ ആശ്രയിക്കേണ്ടി വരട്ടെ. പക്ഷെ നമ്മൾ ഒന്നും ചെയ്യാതെ അതിനെ ആശ്രയിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കേപ്പബിലിറ്റി ഇല്ലായ്കയാണ്. അപ്പോ ആധുനിക വിദ്യാഭ്യാസം, ആധുനിക ജീവിത രീതി നമ്മളെ പഠിപ്പിക്കുന്ന രീതി അതാണ്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇത്തരം ഒരു സ്വാശ്രയ സംവിധാനമായി മാറാനാണ് ഒളിമ്പസ് പഠിപ്പിക്കുന്നത്, ഒളിമ്പസ് കാണിച്ചു തരുന്നത്. അതുപോലെ വ്യക്തിപരവും ഭൗതികവും ആത്മീയവും സാമൂഹികമായ വശങ്ങളെയെല്ലാം ഒളിമ്പസ് ഒരുപോലെയാണ് ഉൾക്കൊള്ളുന്നത്. ഇപ്പൊ ഒരു വ്യക്തിക്ക് ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയെ സാമൂഹികമായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ നോക്കിക്കാണും, വൈകാരികമായിട്ടുള്ള അവസ്ഥയിൽ നോക്കിക്കാണും, ഭൗതികമായിട്ടുള്ള അവസ്ഥയിൽ നോക്കിക്കാണും, ആത്മീയമായിട്ടുള്ള തലത്തിൽ നോക്കി, ഇത് എല്ലാം കൂടെ ഒരുമിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഇതിനെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഈവന്റ് അല്ലെങ്കിൽ ഒരു സന്ദർഭം അല്ലെങ്കിൽ ഒരു സാഹചര്യം, ഒരു പശ്ചാത്തലം തുടങ്ങിയതിനെയൊന്നും നമുക്ക് നിരാകരിക്കാൻ കഴിയില്ല. എല്ലാത്തിനെയും നമ്മൾ ഉൾക്കൊള്ളേണ്ടി വരും. ആ ഉൾക്കൊള്ളൽ ചിലപ്പോൾ പെയിൻഫുൾ ആയിരിക്കുകയും ചെയ്യും, പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് ഇതിങ്ങനെയായത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെ സാധാരണക്കാർ മുതൽ നിയമനിർമ്മാതാക്കൾ, അതായത് ഭരണകർത്താക്കൾ വരെ ആർക്കും സുസ്ഥിരമായിട്ടുള്ള ജീവിതശൈലിക്ക് വഴി കാണുന്നത്. ഒരു വ്യക്തിക്ക് അയാളുടെ വ്യക്തി ജീവിതത്തിൽ സുസ്ഥിരതയുടെ ജീവിത മാർഗങ്ങൾ അനുഷ്ഠിക്കാൻ കഴിയും. പക്ഷെ ഒരു രാഷ്ട്രത്തലവൻ എന്ന് പറയുന്ന സമയത്ത് ഒരു വ്യക്തി ജീവിതത്തിൽ ഉണ്ടാവുന്ന അറിവ് പോരാ. അയാൾക്ക് വ്യത്യസ്ത മാനങ്ങളിൽ, വ്യത്യസ്ത രൂപങ്ങൾ ഇതിന് ഉൾക്കൊള്ളാൻ കഴിയണം. അത് മാത്രമല്ല, തെറ്റും ശരിയും വ്യക്തി ജീവിതത്തിൽ നമുക്ക് അവയുടെ അളവ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തെറ്റും ശരിയും അനുമാനിച്ച് ജീവിക്കാനുള്ള സാധ്യത വളരെ സുഗമമായിട്ട് തോന്നും. പക്ഷെ ഒരു രാഷ്ട്രത്തലവന്, ഒരു നിയമനിർമ്മാതാവിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു രാഷ്ട്രത്തിൽ നടക്കാൻ സാധ്യതയുള്ള തെറ്റുകളും ശരികളും അതിന്റെ വടംവലികളും ഒക്കെ ബോധ്യപ്പെടേണ്ടി വരും. അവിടെ നിയമനിർമ്മാണം നടത്തണമെങ്കിലും പോളിസി മേക്കിംഗ് നടത്തണമെങ്കിലും ഒക്കെ ഒരുപാട് വിപുലമായിട്ടുള്ള കാഴ്ചകൾ ആവശ്യമാണ്. ആ കാഴ്ചയടക്കം വിശദീകരിക്കുകയാണ് ഒളിമ്പസ് ചെയ്യുന്നത്. നമ്മുടെ ഇക്കോ10 എന്നൊക്കെ പറയുന്ന നമ്മുടെ പദ്ധതികളെല്ലാം തന്നെ സുസ്ഥിരതയെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അനുമാനശാസ്ത്രമാണ്. അപ്പോ യുക്തിപരമായ അന്വേഷകർക്ക്, ഇപ്പൊ യുക്തി ഉപയോഗിച്ചിട്ട് ആളുകൾ അന്വേഷിക്കുന്നവർക്ക് സുസ്ഥിരതയ്ക്ക് സമൂലമായ ഒരു സമീപനം വാഗ്ദാനം ചെയ്യുകയാണ് ഒളിമ്പസ് ചെയ്യുന്നത്. ഇപ്പോ നമ്മൾ ചെയ്യുന്ന ഒരു രീതി, നമ്മൾ മരം വെട്ടി ഉണ്ടാക്കിയ പേപ്പറിൽ പുസ്തകം അടിക്കില്ല എന്നുള്ള ഒരു തീരുമാനം നമുക്ക് ആദർശപരമായി ഇത് ശരിയാണ്, മരം വെട്ടുന്നതും ശരിയല്ല. അപ്പോൾ നമ്മൾ മരം വെട്ടുന്നതിന് എതിർക്കാനായിട്ട് നമ്മൾ പറയുന്ന, അല്ലെ മരം വെട്ടലും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അപജയമാണെന്ന് പറയാൻ വേണ്ടി മരം വെട്ടുന്ന ഉണ്ടാക്കുന്ന പേപ്പറിലാണ് നമ്മൾ പബ്ലിഷ് ചെയ്യേണ്ടതല്ല. അപ്പൊ അതിന് ബദലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പുസ്തകം അച്ചടിക്കേണ്ടതുണ്ടോ?
അച്ചടിക്കേണ്ടതുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ, ഇതിന്റെ ആൾട്ടർനേറ്റീവ് എന്താണ്? നമ്മൾ ഇന്നലെ ബദലുകൾക്കുള്ള ബദലിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ബദലുകൾക്ക് ഈ നിലവിലുള്ള ബദലുകൾക്ക് ബദലായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോ ഇപ്പൊ ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് തന്നെ അതായിരുന്നു. ഹാൻഡ് മെയ്ഡ് പേപ്പറുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുക. അപ്പൊ അത്തരം പേപ്പറുകളിലാണ് നമ്മൾ ഇത് നമ്മുടെ പ്രിന്റ് ഔട്ടുകൾ കൊടുക്കേണ്ടത് എന്ന രീതിയിലുള്ള ഒരു കാഴ്ച. ഇപ്പൊ ഒളിമ്പസ് ഔദ്യോഗിക കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ട്രീ ഫ്രീ പേപ്പറാണ്. അതുപോലെ തന്നെ നമ്മൾ സർട്ടിഫിക്കറ്റുകളെല്ലാം പ്രിന്റ് ചെയ്ത് ട്രീ ഫ്രീ പേപ്പറുകളിലാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾക്ക് ഒരു സമീപനം, നമ്മൾ അത്തരത്തിലുള്ള സമീപനം എങ്ങനെ വേണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒളിമ്പസ് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. ഈ ഹാർഡ് കോർ സീക്കേഴ്സ് ഉണ്ടല്ലോ, പണ്ഡിതരും ഒക്കെ ഉണ്ടല്ലോ, അവർക്ക് ആഴത്തിലുള്ള പാരിസ്ഥിതികമായ സ്വയം സാക്ഷാത്കാര പാതയാണ് ഒളിമ്പസ്. ഡീപ് ഇക്കോളജിക്കൽ സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഒളിമ്പസ് നൽകുന്നത്. എങ്ങനെയാണ് ഈ ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള സർവ്വതും വിച്ഛേദിച്ച് എനിക്കകത്തുള്ള ഈശ്വരനെ മാത്രം കണ്ടിരിക്കുന്ന, എന്റെ അകത്തിരിക്കുന്ന ആത്മചൈതന്യത്തെ മാത്രം കണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിട്ടല്ല പ്രകൃതിയെ, പരിസ്ഥിതിയെ, ജീവിതത്തെ കാണേണ്ടത് എന്ന് ഒളിമ്പസ് പ്രത്യേകം ഓർപ്പിക്കുന്നു. അങ്ങനെ ഒരു മറ്റുള്ളവയിൽ നിന്ന് വിച്ഛേദിതമായിട്ടുള്ള ഒരു ആത്മീയ പാതയല്ല, സർവ്വതിനെയും ഇൻക്ലൂഡ് ചെയ്യുന്ന ഓൾ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ജീവിതക്രമം. ആ ജീവിതക്രമത്തിലൂടെ നമ്മൾ സർവ്വതുമായി കണക്റ്റായി നിൽക്കുന്ന ആത്മാനുഭൂതിയുടെ ആ ഒരു കണക്ഷനിലായിരിക്കുന്ന ഒരു ആത്മസാക്ഷാത്കാരം, ഞാൻ എന്നുള്ളതിന്റെ വിപുലമായിട്ടുള്ള ഒരവസ്ഥ, ഞാൻ എന്നുള്ള സിംഗുലാരിറ്റിയുടെ വിപുലമായിട്ടുള്ള അവസ്ഥ എന്താണെന്ന് ബോധ്യപ്പെടുത്തുന്ന, അത് അനുഭവവേദ്യമാക്കുന്ന പാതയാണ് ഒളിമ്പസ്. ഇത് ഗുണകരമാവുന്നത് ഈ സ്കോളേഴ്സിനാണ്, പണ്ഡിതർക്കാണ്, അങ്ങനെയുള്ള അന്വേഷണങ്ങൾ നടത്തുന്നവർക്കാണ്. യുക്തിയുടെ വഴിയല്ല, അല്ലാതെ ആത്മീയയുടെ വഴിയിലൂടെ അന്വേഷണം നടത്തുന്ന പണ്ഡിതർക്കും അന്വേഷികൾക്കുമാണ് അത് ഉപകാരപ്പെടുക. അതുപോലെ പാരിസ്ഥിതിക ധാർമ്മികതയും പ്രകൃതിയോടുള്ള ആദരവും ഒളിമ്പസ് ആവശ്യപ്പെടുന്നു. ഒളിമ്പസ് ഡിമാൻഡ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് എൻവയോൺമെന്റൽ മൊറാലിറ്റി എന്ന് പറയുന്നത്, ഇക്കോളജിക്കൽ മൊറാലിറ്റി. നമ്മൾ പാരിസ്ഥിതികമായി നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, നമ്മൾ എങ്ങനെയാണോ കണക്ട് ചെയ്ത് നിൽക്കുന്നത്, അതിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടുന്ന ധാർമ്മികതയെ ഒളിമ്പസ് മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. കൃത്യമായി തന്നെ അത് നടപ്പിലാക്കാനുള്ള പാതകൾ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ടാണ് ഒളിമ്പസിന്റെ അംഗത്വം നേടിയ ആളുകളുടെ ഇപ്പൊ വസ്ത്രധാരണം മുതൽ ഭക്ഷണ രീതികൾ മുതൽ അവര് ഒരു വഴിയിലൂടെ നടക്കുകയാണെങ്കിലുള്ള കാര്യങ്ങൾ മുതൽ, ഇപ്പൊ നമ്മൾ ഒരു റോഡിലൂടെ പോകുമ്പോൾ വേലിയിൽ കുടുങ്ങി നിൽക്കുന്ന ഒരു ചെടിയുടെ ഇല നുള്ളാൻ നമ്മൾ സമ്മതിക്കില്ല. അത്ര ചെറിയ കാര്യങ്ങൾ മുതൽ റോഡിലൂടെ നടക്കുമ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന എറുമ്പ് കൂട്ടം ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് അത് ജീവിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ബോധവാനാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ എൻവയോൺമെന്റലി കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ്ങിലേക്ക്, നമ്മളൊരു വസ്ത്രം വാങ്ങിക്കുമ്പോൾ, നമ്മളൊരു ഉപകരണം വാങ്ങിക്കുമ്പോൾ, നമ്മളൊരു വാഹനം വാങ്ങിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം കോൺഷ്യസ് ആയിരിക്കണം എന്നുള്ള കാര്യങ്ങൾ, അത് വാങ്ങേണ്ടതുണ്ടോ, ജീവിതത്തിൽ അങ്ങനെ ഒരു ആവശ്യമുണ്ടോ എന്ന് ജീവിതത്തെ തന്നെ പുനർനിർവചിക്കുന്ന രീതിയിലുള്ള ഒരു ധാർമ്മിക ബോധം നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അത് പ്രകൃതിയോടുള്ള ആദരവിനെയാണ് ഒളിമ്പസ് ഡിമാൻഡ് ചെയ്യുന്നത്. നിങ്ങൾ പ്രകൃതിയെ അറിയുകയോ അല്ലെങ്കിൽ പ്രകൃതിയോട് ബാലൻസ് ചെയ്യുകയോ പ്രകൃതിയെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യുകയോ ചെയ്യല്ല, നിങ്ങൾ അതിനെ റെസ്പെക്ട് ചെയ്യണം, റവറൻഷ്യൽ ആയിട്ട് അതിനെ കാണണം, ആദരപൂർവ്വം ഭക്തിപൂർവ്വം പ്രകൃതിയെ കാണണം എന്നാണ് ഒളിമ്പസ് ആവശ്യപ്പെടുന്നത് തന്നെ. ഇതെല്ലാം കൊണ്ട് തന്നെ ഒളിമ്പസ് കേവലം ഒരു ഇൻഫർമേഷന്റെ ഒരു സോഴ്സ് അല്ല, ഒരു വിവര സ്രോതസ്സല്ല. അത് ലോകവുമായി ഞാനെന്നുള്ള ശരീരം നിലനിൽക്കുന്ന പരിസ്ഥിതിയുമായിട്ട്, ലോകവുമായിട്ട് യോഗത്തിലായിരിക്കുന്ന, ഇഴ ചേർന്ന് നിൽക്കുന്ന, യോഗത്തിലായി ജീവിക്കാൻ വഴി കാണിക്കുന്ന ഒരു പരിവർത്തനാത്മകമായ അനുഭവമാണ്. പരിവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോ നമ്മൾ ഡ്രൈ ആയിട്ടാണ് നിൽക്കുന്നത്, റോ ആയിട്ടാണ് നിൽക്കുന്നത്. അതിൽ നിന്നും ഏറ്റവും ഏകദാനമായിട്ടുള്ള, വഴക്കമുള്ള, ഒതുക്കമുള്ള, ഹാർമണിയുള്ള, താളാത്മകമായി മുൻപോട്ട് പോകുന്ന ഒരു ജീവിതക്രമത്തിലേക്ക് പോകുവാനുള്ള പരിവർത്തനം. ആ പരിവർത്തനത്തിലേക്ക് വേണ്ടുന്ന അനുഭവാത്മകമായ വഴിയാണ് ഒളിമ്പസ് എന്ന് പറയുന്നത്. അപ്പോ ഒളിമ്പസിന്റെ ഉദ്ദേശ്യം എന്ന് പറയുന്നത് ഈ യോഗമാണ്. നമ്മൾ കൃത്യമായിട്ട് ലോകത്തുള്ള സർവ്വതിനെയും ബോധ്യപ്പെട്ട് അതിനോട് ചേർന്ന് ഇഴുകി നിൽക്കാനുള്ള, കോൺഫ്ലിക്റ്റ് ഇല്ലാതിരിക്കാനുള്ള, ബാലൻസ് ചെയ്ത് നിൽക്കാനുള്ള ആ ഒരു അനുഭവമാണ്, ആ ഒരു ബോധ്യമാണ്, അതിലേക്കുള്ള വഴിയാണ്, പ്രതിവിദ്യാഭ്യാസമാണ് ഒളിമ്പസ് എന്ന് പറയുന്നത്. ഒളിമ്പസിന്റെ പർപ്പസ് എന്ന് പറയുന്നതാണ് ആ ഏകദാനതയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഏകദാനതയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വിശദീകരണങ്ങളും എന്താ പറയുക, തുറവികളും പിന്നെ ഈ മുഴുപ്പുകളും മുനമ്പുകളും എല്ലാം ഉള്ളതാണ് ഒളിമ്പസ്. അപ്പൊ ഒളിമ്പസിന്റെ ഉദ്ദേശ്യം ഇതാണ്, ആ ഏകദാനാവസ്ഥ,
ആ തുലനിതമായിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടാവുക എന്നുള്ളതാണ്. പ്രകൃതി നിയമങ്ങൾക്കനുസരിച്ച് ഏകതാനമായി നിൽക്കാൻ നമ്മെ ബോധ്യപ്പെടുത്തുക, നമ്മെ അതിലേക്ക് എത്തിക്കാൻ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് ഒളിമ്പസിന്റെ ഉദ്ദേശം. ഇവിടെ നിന്നുകൊണ്ടും ഒളിമ്പസിനെയും നമ്മുടെ ലിപി കോളേജിയെയും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.